ഞങ്ങളെ എങ്ങനെ ഭയപ്പെടുത്തുമൊന്നും വേണ്ട, ജയിൽ ഞങ്ങൾക്ക് സ്വർഗമാണ്. ഞങ്ങൾ വിശ്വാസികളുണ്ട്, വിശ്വാസികളല്ലാത്തവരുണ്ട്. ഞങ്ങളുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയായ എന്നെയും അല്ലാതെയുമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആയുസിൽ അരക്കഴഞ്ച് നീട്ടാൻ ഈ ലോകത്ത് ഒരുത്തരും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയില്ല. ആ വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നീതിക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ ഇതിന് ചാപ്പയടിച്ചുകൊണ്ട് SDPക്കാരനെ തളച്ചിടാമെന്ന് വെച്ചാൽ ഒരിഞ്ച് പോലും വിജയിക്കില്ല. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ നാട് ജനങ്ങളാണ് ഇവിടെ അധികാരികളെന്നൊക്കെ മറന്നുപോകുന്ന ഭരണകൂടങ്ങളും ഭരണകൂട ഏജൻസികളും ഒക്കെ ഇങ്ങനെ പ്രവർത്തിച്ചു പോരുന്ന ഒരു ഇടമാണ്. 3 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തേണ്ടിയിരുന്ന ആളാണ് ഞാൻ. ട്രെയിൻ എഞ്ചിൻ തകരാറ് മൂലമാണ് നിങ്ങൾക്ക് ഒരല്പം അനവസരം ഉണ്ടാകുന്ന രീതിയിൽ അല്പം താമസിച്ചു പോയത്. ആദ്യമായി അതിന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അതിനുള്ളൊരു ക്ഷമാപണം നടത്തുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഏതൊരു ജനകീയ സമരത്തിലും അതിലൊരു തീവ്രവാദ ചാപ്പയടിച്ചാൽ അതിനെ ഞങ്ങൾക്ക് എടുത്തിക്കളയാമെന്നൊക്കെ കരുതുന്ന ചില ആളുകളുടെ ഒരു നേതൃത്വത്തിലാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഭരണം മുന്നോട്ട് പോകുന്നത്. ഒരു നാട്ടിൽ ജീവിക്കാൻ അവസരമില്ലാതെ, ശ്വസിക്കാൻ അല്പം ശുദ്ധവായു ലഭിക്കാതെ, ഈ നാട്ടിൽ ജീവിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്നൊരു ആവശ്യത്തോടു കൂടി ആളുകൾ രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ മുന്നോട്ട് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെടുന്നവർ, കേരളം അല്പം വ്യത്യസ്തമായൊരു സ്ഥലമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കൊക്കെ അനുസൃതമായി ഭരണഘടന നടത്തിക്കൊണ്ടുപോകുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ നാടിന് നൽകുന്ന, മനുഷ്യാവകാശങ്ങളൊക്കെ നാടിന് നൽകുന്ന ഒരു ഇടമാണ് കേരളം എന്നൊക്കെ അവകാശപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകളെന്ന് പേരിട്ട് ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടമാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണെങ്കിൽ നമുക്ക് ഒരു സമരത്തിന്റെയും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ഒരിടമാണ് കേരളമെങ്കിൽ ഇവിടെ ഒരു സമരത്തിന്റെയും ആവശ്യമില്ല. ഇവിടെ സമരവുമായി ബന്ധപ്പെട്ട് ആദ്യ പേരുകാരനായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയോട് ഞാൻ ഐക്യദാർഢ്യം പറയുകയാണ്. അയാൾ ഒരു ഭരണകൂട തിട്ടൂരത്തെ, ഭരണകൂടം ഉയർത്തുന്ന ഭരണകൂട ആവശ്യങ്ങളെ എതിർത്തുകൊണ്ട് തന്റെ നാടിന് വേണ്ടി, തന്റെ ജനങ്ങൾക്ക് വേണ്ടി, തനിക്ക് കൂടി അല്പം ശുദ്ധവായു ലഭിക്കുന്നതിന് വേണ്ടി മാലിന്യ സംസ്കരണം എന്ന പേരിൽ ഈ നാടിനെ ആകെ മാലിന്യത്തിൽ മുക്കുന്ന ഒരു പ്ലാന്റ്. ഇവിടെ എത്രയോ ടെക്നോളജി ഉണ്ട്. ഇപ്പൊ ചൊവ്വയിലൊക്കെ ആളുകളെ അയക്കാൻ തുടങ്ങിയിട്ട് കാലമല്ല. ആളുകൾ ചൊവ്വയിലൊക്കെ പോകാൻ തുടങ്ങി. ചൊവ്വ ദോഷങ്ങളൊക്കെ മാറ്റി ശാസ്ത്രമൊക്കെ വളരെ പുരോഗമിച്ച ഒരു കാലത്ത് അറവ് മാലിന്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കുന്നുകൂട്ടിയിടുന്നതിന് അതിനൊക്കെ പ്ലാന്റുകൾ ഉണ്ടാക്കുക, അതിനൊക്കെ എന്തോ വ്യവസായം എന്ന പേരിൽ അനുമതി കൊടുക്കുക. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വലിയ തോതിൽ പുരോഗമിച്ചിട്ടുള്ള ഒരിടത്ത് 4000 കുടുംബങ്ങളെ ബാധിക്കുന്ന രീതിയിൽ വലിയ തോതിൽ മാലിന്യ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട്, മാലിന്യത്തെ കുന്നുകൂട്ടിക്കൊണ്ട്, മാലിന്യം കൊണ്ട്, പകർച്ചവ്യാധി കൊണ്ട് ജീവിക്കാൻ ഒരു തരത്തിലും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കത്തക്ക രീതിയിലൊരു പ്ലാൻ കേരളത്തിൽ വലിയ കൊട്ടിഘോഷിച്ച് നമ്മൾ നടത്തുന്ന ഹരിത കർമ്മസേനയുണ്ട്, ശുചീകരണ പ്രവർത്തനങ്ങളുണ്ട്. ഒരു പഞ്ചായത്തിൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പ്ലാസ്റ്റിക് ശേഖരിക്കുകയും അതിനൊക്കെ 50 രൂപ വെച്ച് പ്രതിമാസം ഈടാക്കുകയും ചെയ്യുന്ന ഒരു നാടാണ്. അപ്പൊ അത്തരത്തിലൊക്കെ വലിയ തോതിലുള്ള സാമ്പത്തിക സമാഹരണമൊക്കെ നടത്തുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ അറവ് മാലിന്യങ്ങൾ, കോഴി വേസ്റ്റും മറ്റ് അറവ് ജന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ ലഭിക്കുന്ന മാലിന്യങ്ങളൊക്കെ കൊണ്ട് ഒരു നാട്ടിൽ കൊണ്ടുപോയി ജനങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, അവരുടെ ജല സ്രോതസ്സുകളെ മലിനമാക്കുന്ന രീതിയിലൊക്കെ കൊണ്ട് കൊന്നുകൂട്ടി ഇട്ടതിന് ശേഷം അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒറ്റുപണം നേടുന്ന കുറെ ആളുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ രാഷ്ട്രീയമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇതിൽ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി അറസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഈ സമരത്തിൽ പങ്കാളിയാകുമ്പോ അയാളുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ മന്ത്രിമാരാണെന്ന് ഓർക്കണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം കേരളത്തിന്റെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPM അതിന്റെ സർവാധികാരിയായി വിളയാടുന്ന ഒരു നാട്ടിലാണ് CPMന്റെ തന്നെ അംഗങ്ങൾ പ്രക്ഷോഭമായി ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും.
ഇന്ന് PM-ശ്രീ പദ്ധതിയിൽ മന്ത്രിസഭയോട് പോലും ആലോചിക്കാതെ കൂട്ടുത്തരവാദിത്വമൊക്കെ മറന്നുപോയി ഒപ്പിടാൻ മാത്രം CPM സംഘപരിവാർ ദാസ്യതയിലേക്കൊക്കെ പോകുന്ന ഒരു കാലത്ത് ഞാൻ ഈ സെക്രട്ടറിയെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുകയാണ്. കാരണം കോഴിക്കോടാണ് പന്തീരാങ്കാവ്. ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് പന്തീരാങ്കാവ് എന്ന സ്ഥലമുള്ളത്. അവിടെ 2 CPM-ന്റെ അംഗങ്ങൾ അലനും താഹയും, അലൻ ഷുഹൈബ് എന്നും താഹ ഫൈസൽ എന്നും പേരുള്ള 2 ആളുകൾ എന്നെ പോലെ CPM-ന്റെ അംഗങ്ങളായിരുന്ന 2 ആളുകളാണ്. 2019 പിണറായി വിജയന്റെ ഭരണത്തെ നിലമ്പൂർ കാടുകളിൽ ആളുകളെ വെടിവെച്ച് കൊന്നതിനെയൊക്കെ വിമർശിച്ചതിന്റെ പേരിൽ കേരളത്തിലെ ഭരണകൂടം CPM-ഒ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഈ നാടിനു വേണ്ടി പ്രയത്നിക്കുന്ന, നാടിനു വേണ്ടി സമരരംഗത്തുള്ള DYFI-യുടെ ബ്ലോക്ക് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ഏതാനും ദിവസങ്ങൾക്കകം ജാമ്യം ലഭിക്കും. ഇവിടെ വളരെ കുപ്രസിദ്ധനായ പോലീസ് മേധാവി യതീഷ് ചന്ദ്രയൊക്കെ പറയുന്നത് പരിശോധിക്കും. ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഇവിടെ തെളിവ് ശേഖരിക്കുന്നത്. ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷമാണല്ലോ തെളിവ് ശേഖരണം. അപ്പൊ മേലാവിൽ നിന്നൊക്കെ വിളി വന്നു, ഈ പ്ലാനുകളാകെ പൊളിഞ്ഞുപോയി. DYFI-കാരനെ അറസ്റ്റ് ചെയ്തതോടുകൂടി തീവ്രവാദ ചാപ്പ് കഴിച്ചിട്ട് സമരത്തെയൊക്കെ വീട് കയറി കൊള്ളയടിച്ച് ആളുകളെ തല്ലിച്ചതച്ചൊക്കെ അവസാനിപ്പിച്ച് കളയാമെന്നുള്ള ആ ധാർഷ്ട്യം അവിടെ അവസാനിച്ച സ്ഥിതിക്ക് പുതിയ സംഗതികൾ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട DYFI-കാരന് മേൽ UAPA വന്നില്ല എന്നുള്ളതാണ്. സാധാരണ സംഭവിക്കുന്ന അങ്ങനെയാണ്. കോഴിക്കോട് ജില്ല ഒരു അപവാദവുമല്ല. കോഴിക്കോട് ജില്ലയിലാണ് പന്തീരാങ്കാവ്. അവിടെയാണ് രാഷ്ട്രീയ വിമർശനത്തിന്റെ പേരിൽ, കമ്മ്യൂണിസ്റ്റ് നൈതികത ചോദ്യം ചെയ്തതിന്റെ പേരിൽ 2 CPM-ന്റെ അംഗങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. 6:45 മണിക്ക് ഈ കോഴിക്കോടിന്റെ തെരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് രാത്രി 10:30 അവരുടെ മേൽ UAPA ചെലുത്തുന്നത്. CPM-ന്റെ പാർട്ടി കോൺഗ്രസ് ഒക്കെ ആവർത്തിച്ച് UAPA വിരുദ്ധത പറയുന്നിടത്താണ് CPM-ന്റെ 2 സഖാക്കളുടെ മേൽ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് UAPA ചെലുത്തുന്നു. ആ കേസിനെ തുടർന്ന് ആ പാർട്ടിയോടുള്ള ബന്ധം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോന്ന ഒരുത്തനാണ് ഞാൻ. UAPA-യിലേക്ക് എന്റെ 35 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാരമ്പര്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, പന്തീരാങ്കാവ് UAPA കേസിന്റെ പേരിൽ CPM-മായി അതുവരെ പുലർത്തിപ്പോന്ന അതിന്റെ അംഗത്വം ഉൾപ്പെടെയുള്ളവയെ ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നതാണ്. അപ്പൊ നമ്മുടെ സെക്രട്ടറി വളരെ ഭാഗ്യവാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്നിടത്ത് ഇത്തരം സമരങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്ന് നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ, ഒരുപക്ഷെ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട സഖാവ് VS അച്യുതാനന്ദനുണ്ട്. ഈ നാട്ടിൽ എവിടെ ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നാലും അവിടെയൊക്കെ സമര കേരളത്തിന്റെ ഒരു വിപ്ലവമുത്തായി കടന്നു ചെല്ലുന്ന പ്രിയപ്പെട്ട VS. ആ VS മരിച്ചപ്പോ നാട്ടിൽ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിപ്ലവ കുറിപ്പുകളൊക്കെ എഴുതി സമര കേരളത്തിന്റെ നായകൻ ഇതാ വിട പറഞ്ഞിരിക്കുന്നു. സമരത്തോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാഴ്ചപ്പാടതാണ്. കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അവസാനിച്ചു പോകുന്ന ഒന്നല്ല സമരം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പിന്നീട് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തുമൊക്കെ സഖാവ് VS അച്യുതാനന്ദൻ ഉയർത്തിപ്പിടിച്ച സമരത്തിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. മൂന്നാറിൽ സമരം ചെയ്യുന്ന പെണ്ണൊരുമ കൂട്ടായ്മ അടക്കമുള്ള ആളുകൾ തങ്ങളുടെ ഇടയിലേക്ക് വിളിച്ചു വരുത്തുന്നത് സഖാവ് VS-നെയാണെന്ന് നമ്മൾ ഓർക്കണം. പ്രതിപക്ഷ നേതാവായിരിക്കെ ആ സമരങ്ങളിലേക്കൊക്കെ കടന്നു ചെന്നിട്ട് ആ സമരങ്ങൾ വിജയിപ്പിച്ച് കടന്നു പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റായി സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിലെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെടുകയാണ്. അപ്പൊ അച്യുതാനന്ദൻ മരിച്ചു പോകുമ്പോൾ സഖാക്കൾ ഓടി വരും. അച്യുതാനന്ദന്റെ ഒരു സമര പാരമ്പര്യത്തേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി ഓടി വന്നിട്ട് അവര് ആ ചരമക്കുറിപ്പിൽ എഴുതി വെക്കും സമരനായകന് വിട. എന്നിട്ട് അവർ ഭരിക്കുന്ന ഇടങ്ങളിൽ അതേ സമരങ്ങളെ സർവ്വസന്നാഹങ്ങളോടും കൂടി അടിച്ചമർത്തുന്നതിന് ഒരു മടിയുമില്ലാത്ത നിലയിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്തതിന് പോലും അവർക്കൊരു മടിയുമില്ല. ഒരു നാട്ടിലെ ജീവൽ പ്രശ്നത്തിൽ ഞാൻ ഈ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകളോടാണ് പറയുന്നത്. ഒരു നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ആരൊക്കെ ഇടപെടും? ചില ആളുകൾ ഇടപെടില്ല. ചില ആളുകളെ സംബന്ധിച്ച് ഇടപെടില്ലാത്തതിന്റെ കാരണം അവരുടെ പോക്കറ്റിലേക്ക് വീഴുന്ന പണമാണ്. ജനകീയാസൂത്രണം 97-ൽ ഞാൻ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടപ്പാക്കിയതാണ്. 97-ൽ ജനകീയാസൂത്രണം എന്ന രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരവൽക്കരണത്തിലേക്ക് കീഴാള അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സംസ്ഥാനമാണ് രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട്. എന്താണ് ജനകീയാസൂത്രണം? തോമസ് ഐസക്കൊക്കെ അടങ്ങുന്ന കേരളത്തിന്റെ CPM-ന്റെ സംസ്ഥാന സമിതി വളരെ ചർച്ച ചെയ്തിട്ട് കേരളത്തിലെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ മനുഷ്യരുടെയും പങ്കാളിത്തം ഉറപ്പിക്കുന്ന ഒന്നാണ് ജനകീയാസൂത്രണം.
കേരളത്തില് ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമസഭകളെ സംഘടിപ്പിക്കാനും വാർഡ് സഭകൾ സംഘടിപ്പിക്കാനും അങ്ങനെ അധികാരം ഒരു ഗ്രാമത്തിന്റെ പ്ലാനിങ് അതാത് ഇടങ്ങളിലെ ജനങ്ങളിലേക്ക് നൽകുവാനും ഒക്കെ ഈ രാജ്യത്ത് ആദ്യമായി ചിന്തിക്കുകയും നടപ്പാക്കി തുടങ്ങുകയും ചെയ്ത സംസ്ഥാനം കേരളമാണ്. രാജ്യത്തിനാകെ മാതൃകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അത്തരം ശ്രമങ്ങൾക്ക് മുൻകൈ എടുത്തതെന്ന് പറയാൻ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനായി ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടില് വ്യവസായം തുടങ്ങണമെങ്കിലും നമ്മുടെ നാടിന്റെ വ്യവസായങ്ങളെ അടക്കം ഒരു നാടിനെ സംബന്ധിക്കുന്ന മുഴുവൻ പ്ലാനിങ് നടത്തുന്നതിനും ഏറ്റവും കൃത്യമായി ഗ്രാമസഭകൾക്കാണ് കഴിയുക. തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വകുപ്പുകളും ഗ്രാമസഭകൾക്ക് പൂർണ്ണ അധികാരം നൽകുന്നതാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു മാലിന്യ പ്ലാന്റ് വരുമ്പോൾ ഈ ഗ്രാമസഭകൾ അവിടെ പോയി, അവയുടെ അധികാരം അവിടെ പോയി. ഏത് കോടതിക്കാണ് ഗ്രാമസഭയ്ക്ക് മേൽ അധികാരം ചെലുത്താൻ അവകാശമുള്ളത്? ഭരണഘടനാ സ്ഥാപനങ്ങൾ അവയുടെ ശരിയായ ദൗത്യം എന്താണ് നിർവഹിക്കാത്തത്? ഒരു നാട്ടിൽ വളരെ പൊതിഞ്ഞു കെട്ടി പഞ്ചസാര പുരട്ടി സൈനൈഡ് കൊണ്ടെന്ന് വെച്ചിട്ട് പഞ്ചസാരയാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഒരു നാട്ടിലുള്ള ആളുകൾ വിശ്വസിച്ചു പോകും. അത്തരത്തിലൊരു പ്ലാന്റിനെ അവതരിപ്പിക്കുകയും അതിന് ഒരുപക്ഷെ ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ നേരത്തെ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ടോ. പക്ഷേ ജനജീവിതത്തെ വളരെ രൂക്ഷമായി ബാധിക്കുന്ന രീതിയിൽ ഈ പ്ലാന്റിൽ നിന്നുള്ള അസഹ്യമായ ദുർഗന്ധം പുറത്തേക്ക് വമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമ്പോഴാണല്ലോ ജനങ്ങൾ സ്വാഭാവികമായും സമരരംഗത്തേക്ക് വരിക. അവർക്ക് മാറാവ്യാധികൾ ഉണ്ടാകുമ്പോഴാണല്ലോ ശുദ്ധവായു ലഭിക്കാതെ ശ്വാസം മുട്ടലടക്കമുള്ള വലിയ രോഗങ്ങളിലേക്ക്, പീഡകളിലേക്ക്, ഉറക്കമില്ലായ്മകളിലേക്ക് പോകുമ്പോഴാണല്ലോ സ്വാഭാവികം പൊറുതി മൂട്ടിയിട്ടാണല്ലോ ജനങ്ങൾ സമരരംഗത്തിറങ്ങുക. അത്തരം സമരമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാമസഭകളും ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഗ്രാമപഞ്ചായത്ത് അധികാരികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ള അനുമതി പിൻവലിക്കുക സ്വാഭാവികമാണ്. ഈ സമരരംഗത്ത് ഏറ്റവും കൃത്യമായി നിൽക്കേണ്ട ആളുകൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും അവരുടെ പ്രസിഡന്റും ഒക്കെ അടങ്ങുന്ന ഭരണസമിതികളാണ്. ജനങ്ങളുമായി ഏറ്റവും അധികം അടുത്തു നിൽക്കുന്ന ആളുകൾ, സ്വന്തം വീടിന് ചുറ്റുമുള്ള 500 1000 ആളുകളുടെ വോട്ട് വാങ്ങി ജയിച്ചു പോകുന്ന ആളുകൾക്കുള്ള ഏറ്റവും കൃത്യമായ ഉത്തരവാദിത്വം അതാണ്. അത്തരം ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക എന്നുള്ളതും ഈ സമരരൂപങ്ങളുടെ ഒരു രാഷ്ട്രീയമാണ്. ഇവിടെ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ആർജവത്തോടെ നിൽക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഈ നാട്ടിൽ ഞങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് മുതൽ ഞങ്ങളുടെ ഏറ്റവും താഴെ ബ്രാഞ്ചിലെ അനുഭാവി വരെയുള്ള ആളുകൾക്ക് ഒരേ സ്വരമാണ്. ഒരു നാടിനെ നശിപ്പിക്കുന്ന ഒരു സംഗതിയും ഇവിടെ വേണ്ട. അതല്ലെങ്കിൽ അതിനെ വളരെ കൃത്യമായി നാട്ടിൽ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തണം. കഴിഞ്ഞ വർഷങ്ങളായുള്ള അനുഭവം അതല്ല എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഇത്തരം ഒരുമിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് കൂടി നിങ്ങൾ അറിയണം. പല പല ആളുകളുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇതിൽ പങ്കാളികളാണ് എന്ന് വരുമ്പോഴാണ് ഏറ്റവും കൃത്യമായ നിലപാടുമായി ഞങ്ങൾക്കിങ്ങനെ ഈ സമൂഹത്തിന് മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നത്. ഈ സമരത്തിൽ എല്ലാ നാട്ടുകാരെയും പോലെ പങ്കെടുത്തിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെ, ബ്രാഞ്ചിനെ, പഞ്ചായത്ത് കമ്മിറ്റിയൊക്കെ ഞാൻ ഏറ്റവും കൃത്യമായി അഭിനന്ദിക്കുകയാണ്. ഒരു സമരത്തെയും ചാപ്പ് അടിച്ചാലൊന്നും അങ്ങനെ ഭയപ്പെട്ടു പോകുന്നവരൊന്നും അല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അംഗങ്ങൾ. അത്തരം ഭയമൊന്നും ഞങ്ങൾക്കില്ല. രാജ്യത്തെ, നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും കൃത്യമായി ഇടപെടാൻ തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടി രൂപം കൊടുത്തിട്ടുള്ളത്. നോക്കുക, സമരങ്ങളെ സംബന്ധിച്ചുള്ള കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ചരിത്രത്തെ പരിശോധിക്കുക. പിണറായി വിജയൻ വിചാരിച്ച ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു പ്രശ്നമല്ലേ ഇത്? മാലിന്യ പ്ലാന്റിൽ നിന്ന് ദുർഗന്ധമായി വമിക്കുക, ജല സ്രോതസ്സുകളെ മലിനപ്പെടുത്തുക, പകർച്ചവ്യാധികൾ ഉണ്ടാകുക തുടങ്ങിയ പ്രശ്നങ്ങൾ വരുമ്പോ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. എന്തുകൊണ്ടാണ് ഇവര് ഇടപെടാത്തത്? അത്തരം ഇടപെടലിന് പിന്നിൽ ഇത്രയും വലിയ ഒരു ഹൈക്കോടതി പോയി ജനങ്ങളെ ആകെ പ്രശ്നത്തിലാക്കുന്ന ഒരു മാലിന്യ പ്ലാന്റിന് വേണ്ടി ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വാങ്ങിക്കൊണ്ടുവന്ന് ആ ഉത്തരവിന്റെ മറവിൽ നമുക്കറിയാവുന്ന പോലെ ഏതൊരു സമരത്തെയും അപഹസിക്കാനും തകർക്കാനും കഴിയുക അതൊരു ക്രമസമാധാന പ്രശ്നമായി വളർത്തുമ്പോഴാണ്. അപ്പൊ ആർക്കാണ് ഈ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട സമരത്തെ തകർത്താനുള്ള അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടായാലുള്ള മാലിന്യ പ്ലാന്റിനുള്ളിൽ തീയിട്ടാലൊക്കെ ഉണ്ടാകുന്ന ഗുണമെന്ന് ചിന്തിക്കാൻ
ഏതെങ്കിലും IPS അക്കാഡമിയിലെ വലിയ ട്രെയിനിങ് ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാമാന്യ ബോധം വേണം. ഒരു മാലിന്യ പ്ലാന്റുമായി കഴിഞ്ഞ വർഷങ്ങളായി നടന്നു വന്നിരുന്ന സമരം വളരെ സമാധാനപരമായി ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും ഒക്കെ അനുസരിച്ച് നിസ്സഹായരായ ജനങ്ങൾ നടത്തുന്ന ഒരു സമരം, ആ സമരം ഒരു സുപ്രഭാതത്തിൽ വലിയ കൊള്ളയിലേക്കും കൊലയിലേക്കും വലിയ തോതിലുള്ള ആസൂത്രണങ്ങളിലേക്കും തീയിടലിലേക്കും ഒക്കെ പോകുമ്പോൾ ആരാണ് ഇതിന്റെ ഗുണഭോക്താവ്? 24 മണിക്കൂറിനല്ലേ ചാപ്പ വീഴുന്നത്? ഈ സംഭവങ്ങൾ നടന്ന് ഇതിനു ഞങ്ങൾ ഏത് സമരത്തിന്റെയും നായകത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ജീവനും ജീവിതവും കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾ. ഒരു സംശയം വേണ്ട. പക്ഷേ നിങ്ങളിപ്പോ ചാപ്പ അടിച്ചാലും ആ ചാപ്പ ഞങ്ങളുടെ മേൽ വീടില്ല. ഞങ്ങൾ പറഞ്ഞതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. അപ്പൊ ഈ വലിയ ഏമാന്മാരൊക്കെ കരുതുന്ന പോലെ ഒരു സമരത്തെ തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആസൂത്രണത്തിൽപ്പെട്ട ആളുകളെ കണ്ടെത്താൻ പോലീസ് തയ്യാറാകും. അല്ലാതെ വീടുകൾ കയറി നടന്നാലൊന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്, അധികാരം പ്രയോഗിച്ചുകൊണ്ട് സമാധാനപരമായി ജീവിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക്, പണ്ട് തങ്കമണി എന്ന ഗ്രാമം നിങ്ങൾ കേട്ടിട്ടില്ല, ഇടുക്കി ജില്ലയിലാണ്, അതിന്റെ തൊട്ടടുത്ത ജില്ലയാണ്. ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായപ്പോ അവിടെ കടന്നു ചെന്നിട്ട് വളരെ നിഷ്ഠൂരമായി ആ നാട്ടിലെ ജനങ്ങളെ പോലീസ് അടക്കം ബലാത്കാരം ചെയ്യുകയൊക്കെ ചെയ്ത ഒരു ഒരു കേരളമുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം. ജനങ്ങളെ ഇങ്ങനെ വീട് കയറി ഭയപ്പെടുത്തുകയും അവരുടെ സമരരൂപങ്ങളെ തകർത്തും അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭരണകൂടം മനസ്സിലാക്കണം, നാട്ടിലൊരു പഴഞ്ചൊല്ലാണ്, അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നാടിന്റെ സമാധാനത്തെ തകർക്കുന്നത് ലക്ഷ്യമാക്കുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക്, അവരുടെ ലക്ഷ്യസാധ്യത്തിലേക്കൊന്നും ഈ സമരമെത്താൻ പാടില്ല. ഈ സമരത്തിന് ഈ സമരസമിതിയോട് ഞങ്ങൾ ഏറ്റവും കൃത്യമായി ഐക്യപ്പെടുകയാണ്. SDPIക്ക് വ്യത്യസ്തമായ ഒരു സമരമില്ല. സമരസമിതി വളരെ കൃത്യമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സമരസമിതി ഈ തീവ്രവാദ ചാപ്പയൊക്കെ അടിച്ച് SDPIയെ കരുവാക്കിക്കൊണ്ട് സമരത്തെ അവസാനിപ്പിച്ച് കളയാമെന്നുള്ള ദുഷ്ടലാക്കിനെ വളരെ കൃത്യമായി മനസ്സിലാക്കിയവരാണ്. ഞാൻ ആ സമരസമിതിയെ ഏറ്റവും കൃത്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഞങ്ങള് ഈ സമരത്തിന് പരിപൂർണ പിന്തുണ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന സമിതി ഈ സമരത്തിന് പരിപൂർണ പിന്തുണ നൽകുകയാണ്. ഞങ്ങള് പിന്തുണ നൽകുക എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ് അർത്ഥം. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പറഞ്ഞത് ചെയ്യാൻ തന്നെയാണ്. ഈ സമരം വിജയിപ്പിച്ച് ഈ ജനങ്ങളുടെ ആവശ്യത്തെ നിറവേറ്റിയിട്ട് മാത്രമേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയുള്ളൂ. എത്ര കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും എത്ര ആക്ഷേപിച്ചാലും നിയമപരമായ മാർഗത്തിൽ ജനകീയ സംഘാടനത്തിലൂടെ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ ആവശ്യങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് ഇവിടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കണം, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം, നമുക്കൊന്ന് ശ്വാസമെടുക്കണ്ടേ? നമ്മുടെയൊക്കെ ജീവിതങ്ങൾ തന്നെ എത്ര ദുഷ്കരമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സാമ്പത്തികമായി ഈ രാജ്യത്ത് വിലവർദ്ധനവ് വർദ്ധിപ്പിച്ച് ജീവിക്കാൻ വലിയ പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രി പോകാൻ സാധിക്കുമോ? അപ്പൊ ഒരു പൊല്യൂഷൻ ഉയർത്തുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ കൈക്കൂലി വാങ്ങിക്കുന്നവരാണ്. ഇടത് വന്നാലും വലത് വന്നാലും ഒരുമിച്ച് നിന്നോളാം സ്വാധീന ശക്തിയുള്ള ആളുകൾ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആര് വന്നാലും ഈ കമ്പനി അങ്ങ് നടന്നു പോകും എന്നുള്ളൊരു ധാർഷ്ട്യമാണ് ഈ കമ്പനി ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മൾ അറിയണം. സമരങ്ങളെയൊക്കെ ആകെ അടിച്ചു തകർത്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ ഉയർന്നു വരും എന്നതിന്റെ സൂചനയല്ലേ ഈ ഡിവൈഎഫ്ഐ നേതാവിന്റെ അറസ്റ്റ് എന്നീ ഭരണകൂടം മനസ്സിലാക്കുന്നത്. കേവലം 232 കേരളത്തിൽ നടക്കുന്ന മറ്റൊരു സമരമാണ്. കേവലം 232 രൂപ ലഭിക്കുന്ന ദിവസ വേതനക്കാരായ നമ്മുടെ ആശാ വർക്കേഴ്സുണ്ട്, നമ്മുടെ സഹോദരിമാരുണ്ട്. അവർ വലിയ സേവനം ചെയ്യുന്നവരാണ്. അവർക്കൊരു 100 രൂപ ദിവസക്കൂലി കൂട്ടിക്കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾ അവനവന്റെ സ്ലിപ്പ് ഹൗസ് പോലെയുള്ള അവരുടെ ഔദ്യോഗിക വസതികൾ നന്നാക്കുന്നതിന് വേണ്ടി മാത്രം ചെലവാക്കുന്ന എത്ര കോടികളാണ്. തിരുവനന്തപുരത്ത് ഒരു ഹെലികോപ്റ്റർ മേടിച്ചിട്ടുണ്ട്. അതിൽ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? അവിടെ ഇട്ടിട്ട് വാടക കൊടുക്കുകയാണ്, കോടിക്കണക്കിന് രൂപ മുടക്കുകയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ വലിയ ദൂരത്ത് നടക്കുന്ന ഒരിടത്ത് നമുക്കറിയാമല്ലോ, തദ്ദേശ സ്ഥാപനങ്ങളിൽ മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിതകർമ്മ സേനയുണ്ട്. ഒരു പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞത് 10,000-നടുത്ത് വീടുണ്ടാവും.
50 രൂപ പ്രതിമാസം സമാഹരിക്കുന്ന ഒരു സംഗതിയാണ്. പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കി മടക്കി കൊടുക്കണം. ആക്രിക്കട കൊടുത്ത 50 രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെങ്കിൽ ഈ ഹരിത കർമ്മസേനയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ 50 രൂപ അങ്ങോട്ട് കൊടുക്കണം. ഒരു പഞ്ചായത്തിൽ മാത്രം ഇത്തരത്തിൽ എത്ര വലിയൊരു വിഭവ സമാഹരണം, എത്ര സാമ്പത്തികമാണ് സമാഹരിക്കുന്നത്. പക്ഷേ ആശാ വർക്കേഴ്സ് സമരം ചെയ്താൽ ഒരു 100 രൂപ, വെറും ഒരു 100 രൂപ, ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന് 100 രൂപ ചെലവാണ്. 232 രൂപയൊക്കെ മതി എന്ന് സമ്മതിച്ചുകൊണ്ട് പിന്നെ ഒരു തൊഴിലിനിറങ്ങിയ കാലം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ജീവിത ചെലവ് കുതിച്ചു കയറിയിരിക്കുന്നു. അത്തരം ഒരു കാലത്തിൽ അത്തരം ഒരു സമരത്തെ അഡ്രസ് ചെയ്യാൻ പോലും കഴിയാത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പേരിട്ട് ഈ നാട്ടിലൂടെ നടക്കുന്നത് എന്ന് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, കേരയിൽ എന്നൊരു സംഗതി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കേരയിൽ എന്നൊരു സംഗതി ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു സർവേയുടെ ഭാഗമായി കുറെ മഞ്ഞപ്പെട്ടികൾ ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ അടുക്കള വാതിൽ ചവിട്ടിക്കുറന്നിട്ട് അവന്റെ കഞ്ഞിക്കലം ചവിട്ടി തെറിപ്പിച്ചിട്ട് ആ അടുപ്പുകല്ലിന് പകരം ഈ മഞ്ഞപ്പെട്ടി സ്ഥാപിച്ച് സർവേ നടത്തുന്ന ഒരു കിരാത സംഭവം ഈ ആദ്യ പിണറായി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്നു. നോക്കുക, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാവിലെ നേരം വെളുത്താൽ അന്ത്യോളം വയലേലകളിലും കൃഷിയിടങ്ങളിലും പണി ചെയ്താൽ ഒരു പിടി നെല്ല് അവകാശമായി പോലും കിട്ടാതെ അതിനുവേണ്ടി യാചിച്ചു നിൽക്കേണ്ടി വന്ന ഒരു ജനസമൂഹത്തെ 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂലി അവകാശത്തിന് വേണ്ടി പോരാട്ടം തുടങ്ങിയ ഒരു പാർട്ടിയാണ്. KKജിയെയും കൃഷ്ണപിള്ളയെ പോലെയുള്ള ഉന്നതരായ നേതൃത്വങ്ങൾ ഈ പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പോരാട്ടം തുടങ്ങി ഈ നാട്ടിൽ നട്ടുനനച്ച് വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അത്തരമൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കും? ആ പ്രതീക്ഷകളെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഈ നാട്ടിൽ പിണറായി വിജയന്റെ യാത്രകളിലൊക്കെ ആരെയാണ് സ്വീകരിക്കുന്നത്, ആരെയാണ് കാണുന്നത്, ആരോടാണ് സംവദിക്കുന്നത്? സാധാരണ മനുഷ്യരോടല്ല, പൗരപ്രമുഖന്മാരുമായി മാത്രം സംവദിക്കുന്ന, വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളെ കെട്ടിപ്പിടിച്ച് കൂടെ നടത്തി കാറെ കൊണ്ട് നടക്കുന്ന, സാധാരണ ജനങ്ങളിൽ നിന്ന് ഏറെയേറെ അകന്നു പോയിട്ടുള്ള, കേന്ദ്രത്തിലെ ഭരണഘടനാ വിരുദ്ധവും മാനുഷിക വിരുദ്ധവും ആയിട്ടുള്ള എല്ലാ നിയമങ്ങളെയും നയങ്ങളെയും ആദ്യം നടപ്പാക്കുന്നൊരിടമായി കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന അത്തരമൊരിടമായി കേരളത്തെ മാറ്റിക്കൊണ്ടൊരു സ്വേച്ഛാധിപത്യമായ ഭരണത്തിലേക്ക് പോകുമ്പോൾ ഇന്നിപ്പോ CPIയുടെ മന്ത്രിമാരെന്തോ 5 മണിക്ക് എന്തോ പറയുന്ന പറഞ്ഞു, മന്ത്രിസഭാ യോഗത്തിന് പോകുന്നില്ലെന്നോ, ഈ പോയിട്ട് കാര്യമില്ലെന്നോ, അവർ കമ്മ്യൂണിസ്റ്റ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഭരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അഴിമതിയും ഒക്കെ നടത്തി കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഏതാണ്ട് 1500 കോടി രൂപ കിട്ടും വിദ്യാഭ്യാസ നയം, കേന്ദ്രത്തിന്റെ സംഘവൽകൃത കാവി വിദ്യാഭ്യാസം നടപ്പാക്കിയാലെന്നറിഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് പോയി നേരെ രാജ്യരാമാനം പോയി ഒപ്പിട്ടു. മന്ത്രിസഭ അതിന്റെ കൂട്ടുത്തരവാദിത്വം, അതിന്റെ മര്യാദ, സാമാന്യ മര്യാദയൊക്കെ ലംഘിച്ചു എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇന്നിപ്പോ അവര് സെക്രട്ടേറിയറ്റ്, കേന്ദ്ര സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ കൂടുകയാണ്. അപ്പൊ അങ്ങനെ കൂടിയിട്ട് മന്ത്രിസഭയിലേക്ക് പണ്ടേ പോയിട്ട് കാര്യമില്ല, ഇതിപ്പോ ഇങ്ങനെയൊക്കെ വന്ന് നാട്ടുകാരോട് പറഞ്ഞും പോയി, എന്നാ പിന്നെ ഇനി പോകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. 5 മണിക്ക് പത്രക്കാരെ കാണുമെന്നാണ് പറഞ്ഞത്. നമ്മളതിന്റെ വിശദ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. ഇവര് മന്ത്രിസഭയ്ക്ക് പോയാലും ഇല്ലെങ്കിലും ഒന്നും കേരളത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആർജവമുള്ള CPIക്കാരൻ ഈ നാടിനെ ഒറ്റുകൊടുക്കുന്ന പിണറായി വിജയന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തെ ഉപേക്ഷിച്ച് ഈ നാടിന് വേണ്ടി പോരാടാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ പോലെ ഈ നിരത്തിലേക്ക് കടന്നു വരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതാണ് കമ്മ്യൂണിസം. ഞാനൊക്കെ 35 വർഷം ഈ പാർട്ടിയിൽ തോന്നിട്ടുള്ളതാണ്. എന്റെ കാലത്തൊക്കെ എന്നെ പോലെ ഒരുത്തർ ഈ പാർട്ടിയിലേക്ക് വരുമ്പം ആളുകൾ വലിയ, പിന്നെ എനിക്ക് 50 പെണ്ണ് കണ്ടിട്ട് 51 ഒരു പെണ്ണ് കിട്ടി, വലിയ പ്രശ്നമാണ്. അന്ന് SDPI ആകുമ്പോഴും അത് തന്നെയാണ്. SDPI ആകുമ്പോൾ അതിലും പ്രശ്നമാണ്. സംഖ്യയാകുന്നതിന് ഒരു പ്രശ്നമില്ല ഈ നാട്ടിൽ, നമ്മൾ മനസ്സിലാക്കണം. സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവത്തെ ആരാധിക്കുന്ന ക്രിസ്ത്യാനി നേരെ പോയി എത്രയാണോ ആ ക്രിസ്തീയാകുന്നത്? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു. ഞാനൊക്കെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആളാണ്. ഞങ്ങളുടെ കുർബാനയ്ക്ക് പോയാൽ ഞങ്ങൾക്ക് വിശ്വാസ പ്രമാണമുണ്ട്. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവമാണ് ലോകത്തുള്ള സർവ്വചരാചരം, കാണുന്നതിനെയും കാണാത്തതിനെയും സൃഷ്ടിച്ചത് എന്ന് എല്ലാ ദിവസവും പറയും. അങ്ങനെ പറയുന്നവരെങ്ങനെയാ? ബ്രാഹ്മണനാ വലുത്, താഴേക്കുള്ളവരൊന്നും ദൈവം സൃഷ്ടിച്ചതല്ല, ചാതുർവർണ്ണ വ്യവസ്ഥിതിക്ക് വെളിയിലുള്ളവരെ ആരും സൃഷ്ടിച്ചതല്ല, അവർ ബ്രാഹ്മണ സേവയ്ക്ക് വേണ്ടിയുള്ളവരാണ് എന്നൊക്കെ പറയുന്നത്. ഈ രണ്ടും കൂടെ എങ്ങനെ നടക്കുന്നത്? എന്റെ നാട്ടിലൊരു കേശവൻ നായരുണ്ട്, നിങ്ങളറിയും.
PC ജോർജ് എന്നാ പേര്, പൂഞ്ഞാൽ കോളാമ്പി എന്നാ പണ്ട് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അവന്റെ പേര് പറഞ്ഞാൽ പോലും 4 തവണ കുളിക്കേണ്ട അവസ്ഥയാ. അപ്പൊ ഇയാൾ പറയുന്നത് ഇയാൾ കേശവൻ നായരാണെന്നാണ്. അയാള് പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കും, അവിടെ ഒരു ഷോ കാണിക്കും, ഇപ്പുറത്തെ ഒരു ഷോ. എങ്ങനെയാണ് ഈ സംഘികൾക്ക് ഈ ബ്രാഹ്മണ്യത്തെ പുൽകിക്കൊണ്ട് നടക്കുന്ന, ബ്രാഹ്മണനാകാൻ വേണ്ടി തൃശ്ശൂർ MP നിങ്ങൾ അറിയില്ലേ? അയാൾ പറയുന്നത് എന്താ, അടുത്ത ജന്മത്തിൽ എനിക്ക് എങ്ങനെയെങ്കിലും ബ്രാഹ്മണനായിട്ട് ശബരിമലയിൽ പൂജാരിയാകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു MP പറയുന്ന, അതായത് അയാൾ തുല്യതയ്ക്കെതിരായിട്ടാണ് വർത്താനം പറയുന്നത്. രാജ്യത്തിന്റെ ഭരണഘടന തരുന്ന അവകാശങ്ങളുള്ള ഒരു സമൂഹത്തിനെതിരായിട്ടാണ് വർത്താനം പറയുന്നത്. രാഷ്ട്ര ഭൂരിപക്ഷത്തിനെതിരെ ഒരു കേന്ദ്രമന്ത്രി വർത്തമാനം പറയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണോ പിന്നെ ഈ സംഘിക്ക് പുറകെ നടക്കുക, ഷൂ നക്കുന്നവൻ ഈ കോഴിക്കോട് ജില്ലയുടെ CPM-ന്റെ സെക്രട്ടറി പറയുക, ഒരു സമരം SDPക്കാർ പരിശീലനം കിട്ടിയ പരിശീലനം കിട്ടിയ ആളുകളൊക്കെ ഇവിടെ ഉണ്ടോ? അതായത് ഞങ്ങൾ ഈ മണ്ണിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളെ പെറ്റ ഉമ്മമാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശുദ്ധവായു കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. അതിനൊരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ മേൽക്കുപ്പായി വിട്ട് കിടക്കുന്ന, മുഖമൂടിയിട്ട് കിടക്കുന്ന ഒരുത്തന്റെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. സംഘപരിവാരായി ഈ ചാപ്പയടിക്കുന്നത്. ഇപ്പൊ ഈ സഖാക്കൾ ഇങ്ങനെ പഠിച്ച് സംഘികൾക്ക് പഠിക്കുക, ശാഖയെന്ന് കിട്ടുന്നത് തൊള്ള തൊടാതെ വിഴുങ്ങുന്ന ആളുകളായി മാറുകയാണ്. പണ്ടൊക്കെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വലിയ ബഹുമാനമുള്ള ഒരാളാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ജില്ലാ സെക്രട്ടറിമാരെ ഞങ്ങളൊക്കെ വലിയ ബഹുമാനത്തോടെ, കാരണം അയാളുടെ ജീവിതത്തിൽ ആകെ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് ഒരു ചെറ്റക്കൂടിൽ കിടന്ന് അയാളൊന്നും സമ്പാദിക്കാതെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് അവസാനം പോലീസിന്റെ ഇടി കൊണ്ടിട്ട് ചുമച്ച് മരിച്ചു പോകുന്ന ജില്ലാ സെക്രട്ടറിമാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നത്. അതൊക്കെ പോയിട്ട് ബെൻസിലും BMW ഒക്കെ പോയി നിരങ്ങി സ്റ്റാർ ഹോട്ടലിൽ വല്ലാതെ ഭക്ഷണം കഴിക്കാത്ത, എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുമ്പോൾ തോന്നും സമരങ്ങളൊക്കെ വലിയ പ്രശ്നമാണ്. അതിന് SDPക്കാരുടെ തലയോട്ട് കൊടുത്താൽ പിന്നെ ജനമൊന്നും കൂടില്ലല്ലോ. അത് SDPക്കാരുടെ തലയോട്ട് കൊടുത്താൽ ഈ ഉമ്മമാരൊക്കെ സഹിച്ചോളുമല്ലോ. എന്റെ പ്രിയപ്പെട്ട യതീഷ് ചന്ദ്ര നമുക്ക് പണ്ടേ പരിചയമുള്ളതാണ്. കോവിഡ് കാലത്ത് ആളുകളെ നേരത്തെ നിർത്തി സല്യൂട്ട് അടിപ്പിച്ച ഒരു കുപ്രസിദ്ധ ഗുണ്ടയാണ് അയാൾ. ഒരു സംശയവുമില്ല. ഇവനൊക്കെ എവിടെ നിന്നാണ് രാജ്യത്തിന്റെ ഭരണഘടന പഠിച്ചിട്ടുള്ളത്? ഒരു IPS കാരൻ ചെയ്യാവുന്ന പണിയാണോ? അയാൾ ജനത്തിന്റെ സേവകനല്ലേ? നാടിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ തമ്മക്കുർത്തി നമ്മൾ നിർത്തിയിട്ടുള്ള ആളുകളല്ലേ? ഇവരാണോ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്? അയാൾ എന്താ പറഞ്ഞ, കുട്ടികളെ സ്ത്രീകളെ ഷീൽഡാക്കിയത്? എത്ര ഭീകരമായ, എത്ര രാജ്യവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ്! ഇതെന്താ യുദ്ധമാണ്? പോലീസിനെ ഞങ്ങളെ കൊല്ലാൻ വരുവാണ്? അല്ലടാ, ഞങ്ങളുടെ ഉമ്മമാർ വെച്ച ആളുകളാണ് യൂണിഫോം ഇട്ട് നിൽക്കുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങളാണ് യൂണിഫോം ഇട്ട് നിൽക്കുന്നത്. ഇത്ര മ്ലേച്ഛമായ, ഇത്ര പൈശാചികമായ വാക്കുകൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചിട്ട് ഈ കേരളത്തിൽ ഇങ്ങനെ നിലനിന്ന് പോകുകയാണെന്നുള്ളതാണ്. ഇയാൾ എവിടെ നിന്നാണ് ഈ ട്രെയിനിങ് നേടിയത്? ആളുകളെ ഷീൽഡാക്കിയത്. അതെന്തുമാതിരി പറച്ചിലാണ്, എത്ര യുദ്ധമാണ്! ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജനകീയ സമരത്തിൽ ആളുകൾ സ്വമേധയാ ഇറങ്ങി വരും. കുഞ്ഞുകുട്ടികൾ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടമാണ്. അവരുടെ അങ്കിൾമാർക്ക്, അവരുടെ ആളുകൾക്കൊക്കെ ഇവിടെ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കില്ല, ഇവിടെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തുകൊണ്ട് പോകില്ല. ഈ നാടകിനെ അധംപതിച്ച് കണ്ടിട്ട് അവർ സ്വമേധയാ ഇറങ്ങി വരുന്ന സമരത്തിൽ അവരുടെ ഷീൽഡ് എന്ന പ്രയോഗം അയാൾ പിൻവലിക്കണം. എന്തൊരു മ്ലേച്ഛമായ പ്രയോഗമാണ്! രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന ഇടങ്ങളിലാണ് ഇത്തരം മനുഷ്യരെ ഷീൽഡാക്കുന്നത്. ഇതെന്താ യുദ്ധമാണ്? പോലീസ് അധികാരികൾ യൂണിഫോം ഇട്ട് വന്നാൽ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നതാണോ ജനാധിപത്യം? എന്തൊരു കമ്മ്യൂണിസ്റ്റ് വാഴ്ചയാണിത്! ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇതിനെതിരെ പ്രതിഷേധിച്ചോ? ഒരു വാക്ക് സംസാരിക്കാൻ തയ്യാറായോ? ഇത്തരത്തിലൊരു മ്ലേച്ഛന്മാരായ ഉദ്യോഗസ്ഥരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാവും. ഷീൽഡ് നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുള്ളതല്ലേ? നിങ്ങൾക്കൊക്കെ ഉമ്മമാരുള്ളതല്ലേ? ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോ തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ജനാധിപത്യം. അതാണ് മഹത്തായ ഭരണഘടനയുള്ള ഈ രാജ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിലൊന്നും വെറുതെ ചാപ്പയടിച്ചിട്ടൊന്നും ഒരു സമരത്തെ മുക്കിക്കൊണ്ട് പോകാമെന്നും കരുതേണ്ടതില്ല. ഞാൻ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഈ എന്താണ് ഫ്രഷ് കട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരി ഉടമകളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഈ നാടിന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഹൈക്കോടതി ഉത്തരവൊക്കെ കിട്ടും. പൈസ ഉള്ളവന് ഉത്തരവ് മേടിക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. പ്രത്യേകിച്ച് അഴിമതി കൊണ്ടും അധ്വാനമില്ലാതെ വേർപ്പില്ലാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പണം കൊണ്ടുമൊക്കെ നന്നായി ഉത്തരവുകളൊക്കെ കിട്ടുന്ന കാലവുമാണ്.
രാജ്യത്തിന്റെ ഭരണഘടനയുമായി ഒരു ബന്ധവുമില്ലാത്ത ഉത്തരവുകൾ തരാൻ ഒരു മടിയുമില്ലാത്ത ധാരാളം ജഡ്ജിമാരുള്ള നാട് കൂടിയാണ് നമ്മുടെ. ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ വിലക്കെടുത്തും ഭരണകൂടങ്ങൾ ഭീതിപ്പെടുത്തിയും പേടിപ്പിച്ചുമൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു കാലമാണ്. ആ ജഡ്ജിയുടെ മുമ്പിലൊക്കെ ജസ്റ്റിസ് ലോയെ പോലെയുള്ള ആളുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പൊ സജീവനെ പോലെയുള്ള പ്രാപ്തികരായ ഉദ്യോഗസ്ഥർ ഇതിൽ ജയിലിൽ കിടക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കൊക്കെ ഭരണകൂടത്തോടൊക്കെ പേടിയുണ്ടാവും, ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വരരുത്. അത് ഈ നാട് പൊറുക്കുന്ന ഒന്നല്ല. കേസീസ് മണിയുടെ നാടാണിത്. CP വലിയ വാഴ്ച നടത്തിക്കൊണ്ടിരുന്ന കാലത്താണ് VS അച്യുതാനന്ദന്റെയും PK ചന്ദ്രാനന്ദന്റെയും KV പത്രോസ് എന്ന അന്നത്തെ തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഒക്കെ നേതൃത്വത്തിൽ പുന്നപ്പുറമയിലാണ് സമരം നടക്കുന്നത്. യന്ത്രത്തോളൊക്കെ ഉണ്ട്, അപ്പുറത്ത് കൊള്ളാവുന്ന തോക്കുകളൊക്കെ ഉണ്ട്, ഒരു വെടി വെക്കാവുന്ന. 47 അങ്ങനെയാണല്ലോ, ഒരു വെടിയേ വെക്കത്തുള്ളൂ. പക്ഷെ നൂറുകണക്കിന് പോലീസുകാരുടെയും നൂറുകണക്കിന് തോക്കുകൾ, നിറ തോക്കുകൾക്ക് നേരെ വാരിക്കുന്തം കൊഴുപ്പിച്ചുകൊണ്ട് ചെന്ന ഒരു പാരമ്പര്യമുള്ള നാടാണിത്. അത്തരം വാരിക്കുന്തങ്ങളൊക്കെ SDPക്കാർ എന്തിനാ പരിശീലനം? ഞങ്ങൾ രാഷ്ട്രീയമല്ലേ പറയുന്നുള്ളൂ. ഈ നാടിന്റെ ആവശ്യങ്ങളിൽ ഞങ്ങൾ രാഷ്ട്രീയമല്ലേ പറയുന്നുള്ളൂ. ഞങ്ങൾ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എല്ലാവരും നോക്കും, ആർക്കാണ് ഈ പരിശീലനം കിട്ടി തഴമ്പും ഒക്കെയുള്ള തീവ്രവാദികളും. ഞാൻ എൻ്റെ നാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 55 വർഷമായി. 55 വയസ്സുണ്ട് എനിക്ക്. എൻ്റെ നാട്ടില് സാധാരണ മനുഷ്യരെ പോലെ എൻ്റെ കൃഷിയിടത്തിൽ അധ്വാനിച്ച് റബ്ബറും വാഴക്കലയൊക്കെ കടയിൽ കൊണ്ട് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അരി മേടിച്ച് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ച് ഒരു പ്രായമാകുമ്പോൾ അവരെ വിവാഹം ചെയ്തയച്ച് ഞാനങ്ങനെ സാധാരണ മനുഷ്യരെ പോലെയാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ തീവ്രവാദിയാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ കുഞ്ഞുങ്ങളും കുട്ടികളും കുടുംബമുള്ള ഒരു സമൂഹത്തിൽ ജീവിച്ചു പോകുന്നവരാണ്. ആ സമൂഹമാണ് പറയുന്നത് SDPക്കാരൻ തീവ്രവാദിയാണെന്ന് ഒരാൾ പറയില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജില്ലയിൽ തൊട്ടടുത്താണ്, താമരശ്ശേരിക്ക് തൊട്ടപ്പുറത്താണ് മുണ്ടക്കൈ ദുരന്തം നടന്നു. ദുരന്ത മേഖലയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം, നമ്മുടെ സഹോദരങ്ങളാണ്. ദിവസങ്ങൾ പഴക്കമുള്ള മൃതശരീര അവശിഷ്ടങ്ങളെ ശേഖരിക്കാൻ ഓടി നടന്നു. ഒരാൾ പോലും ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അപമാനിതരായി ഏതെങ്കിലും കാട്ടിൽ കിടന്ന് കുറുനരികളിൽ നിന്ന് അവസാനിച്ചു പോകരുത്. അവരുടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആചാരപൂർവ്വം ഏറ്റവും ആദരപൂർവ്വം സംസ്കരിക്കാൻ വേണ്ടി ഓടി നടന്നവർ. അതിനാരും മുസ്ലിമാണോ നോക്കിയിട്ടില്ല, ക്രൈസ്തവനാണോ നോക്കിയിട്ടില്ല. അത്തരത്തിൽ ഈ നാടിന് എന്താണോ ആവശ്യം അതിന് ത്യാഗപൂർണമായ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുതൽ ഞങ്ങളുടെ ബ്രാഞ്ച് ഭാരവാഹികളടക്കം ഞങ്ങളുടെ അനുഭാവികളടക്കം ഈ നാടിനെ സമർപ്പിക്കാൻ തയ്യാറാണ്. ഒരു രാഷ്ട്രീയ വിഷയത്തിൽ, ഈ നാട്ടിലെ ന്യൂനപക്ഷ മനുഷ്യരെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഏറ്റവും കൃത്യമായി തെരുവിൽ കിടന്നതിന് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് അറസ്റ്റിലാണ്. കുറച്ച് മാസങ്ങളായി. ആ വിഷയത്തിൽ നിന്നും ഞങ്ങൾ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോയിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു പാതിരാവിൽ ഒരു 3 മണിക്ക് എന്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ ചെറുപ്പക്കാരായ ആളുകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയിരുന്നു. മറുനാടൻ ഷാജിനെ പോലെയുള്ള കൊലയാളികൾ, വാക്കുകൊണ്ട് കൊല്ലുന്ന ആളുകൾ, മാധ്യമപ്രവർത്തകർ എന്ന പേരിട്ട് ഈ നാട്ടിൽ നടത്തുന്ന മാധ്യമപ്രവർത്തകർ അവരെയൊക്കെ കൊണ്ടുപോയി ഇപ്പൊ കൊണ്ടുകളയുമെന്ന് യൂട്യൂബ് ഇറക്കി. എന്നിട്ട് എന്തായി? ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാനെ പോലുള്ള എല്ലാ ആളുകളും ജയിലിൽ വന്നു. ഏകദാനം ആളുകൾ മാത്രം. അതിൽ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഏതോ ജഡ്ജിമാരെ സ്വാധീനിച്ചതിന്റെ പേരിൽ ആ ജയിലിൽ കിടക്കുന്നില്ല. ഒരു ചാർജ് ഷീറ്റിന്റെ 1/2 പേജ് എഴുതി കൊടുക്കാൻ കഴിയാത്ത എത്ര വലിയ അന്വേഷണ ഏജൻസികളാണ് ഈ നാട്ടിലുള്ള നമ്മൾ അറിയണം. ഞങ്ങളെ എങ്ങനെ ഭയപ്പെടുത്തുമൊന്നും വേണ്ട, ജയിൽ ഞങ്ങൾക്ക് തുറക്കമാണ്. ഞങ്ങൾ വിശ്വാസികളുണ്ട്, വിശ്വാസികളല്ലാത്തവരുണ്ട്. ഞങ്ങളുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയായ എന്നെയും അല്ലാതെയുമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആയുസിൽ അരക്കഴഞ്ച് നീട്ടാൻ ഈ ലോകത്ത് ഒരുത്തരും കഴിയില്ല, ഒരു ശക്തിക്ക് കഴിയില്ല. ആ വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നീതിക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ ഇതിൽ ചാപ്പയടിച്ചുകൊണ്ട് SDPക്കാരനെ തളച്ചിടാമെന്ന് വെച്ചാൽ 1 ഇഞ്ച് പോലും വിജയിക്കില്ല. അതുകൊണ്ട് നമുക്ക് സൗഹാർദ്ദമായ ഒരു അന്തരീക്ഷമാണ് വേണ്ടത്. ഒരു നാട്ടിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷ സൃഷ്ടിയാണ് വേണ്ടത്. അതാണ് നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കടമ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ അവസരത്തിന് തുയരാൻ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവും. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പ്ലാന്റുമായി ബന്ധമുണ്ടെങ്കിൽ അത് നിയമാനുസൃതം മനുഷ്യർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സംസ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറണം. ഏതെങ്കിലുമൊക്കെ കോടതി വിധികളുടെയോ ജനങ്ങളുടെ അംഗീകാരമില്ലാതെ എത്ര നാൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഏറ്റവും കൃത്യമായി CCTVയുടെ പരിശോധിച്ചാൽ അറിയാം ആ പ്ലാന്റിന് തീയിട്ടതാരാ. പുകമുറ സൃഷ്ടിച്ചിട്ടൊന്നും കാര്യമില്ല. നാട്ടിൽ പലയിടത്തും ഇങ്ങനെയാണ്. SDPക്കാർ ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ, SDPയിലേക്ക് ചാരിക്കൊണ്ടുവെക്കുന്ന കാര്യങ്ങളിലൊന്നും CCTV വർക്ക് ചെയ്യില്ല.
അങ്ങനെ ഒരു സംഗതിയുണ്ട്. അഭിമന്യുവിന്റെ മതം ഉൾപ്പെടെ എന്റെ സഖാവായിരുന്നു. ആ സമയത്ത് ഞാൻ CPM-കാരനായിരുന്നു. ഞാനും പോയി ചോദിച്ചു CCTV എന്ത് ചെയ്യും. സൈമൻ ബ്രിട്ടോയ്ക്ക് അറിയില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല. അവരുമായി ഏറ്റവും അടുത്ത ആളുകളാണ്. തിരിച്ച കോടിയുടെ കണക്കൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളായി എന്റെ നാട്ടിലെ പാർട്ടി ഓഫീസിൽ കൊണ്ടുവരുന്ന 2 ടൺ പഞ്ചസാര ഇതിലെ പോയെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ഇതൊരു സമര സമ്മേളനമാണ്. അപ്പൊ ലജ്ജയുള്ള CPM-കാരെ തിരിച്ചറിയണം, നിങ്ങളുടെ പാർട്ടി അസ്തമിച്ചു പോയിരിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടിയല്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പിടിയാളാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ഈ നാടിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കണം. അത്തരത്തിൽ ഒരു നാടിനെ വീണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു അവസര സൃഷ്ടിക്ക് വേണ്ടി അത്തരത്തില് നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ഈ നാടിനെ നയിക്കാൻ ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിപ്പോരുന്ന ആളുകൾ തയ്യാറാകണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം അതിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എല്ലാ പിന്തുണയും നൽകുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് ഈ സമരത്തിൽ ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന സമിതിയിലുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ ഈ നാട്ടിലെ ഞങ്ങളുടെ അനുഭാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ രാജ്യത്തിന്റെ ഭരണഘടനയെയും നിയമവ്യവസ്ഥയും ഒക്കെ മാനിച്ചുകൊണ്ട് ഏറ്റവും കൃത്യമായി ഭരണസമിതി ഈ സമരസമിതിക്കൊപ്പം ഉണ്ടാകുമെന്ന് ഈ നാടിന് ഉറപ്പ് തന്നുകൊണ്ട് ഈ നാട്ടിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആരൊക്കെ ഏതൊക്കെ നേതൃത്വങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധവും ബോധ്യവും ഒക്കെ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളാണ് ഒരു നാടിന്റെ അധികാരികളെന്നുള്ള ബോധ്യം എല്ലാ തരത്തിലുമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകണം എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭയത്തിന്റെയൊക്കെ അന്തരീക്ഷം സൃഷ്ടിക്കാനും ആളുകളെ ഭയപ്പെടുത്തി ഏതെങ്കിലുമൊക്കെ പിന്തിരിപ്പിക്കാനും ഒക്കെ ഉള്ള പ്ലാനുകളൊക്കെ മാറ്റിവെച്ചിട്ട് ജനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അവരാണ് അൾട്ടിമേറ്റ് അധികാരം എന്ന് മാനിച്ചുകൊണ്ട് ഈ പ്ലാന്റ് അതുമായി സംബന്ധിച്ച ജനങ്ങളുടെ എല്ലാ വികാരങ്ങളോടും അവരുടെ പ്രതിഷേധത്തോടും പൂർണ്ണമായി യോജിച്ചുകൊണ്ട് വൈകിപ്പോയതിലുള്ള ക്ഷമാപണത്തോടെ പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു.